മലപ്പുറത്ത് പത്രു വീട്ടിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. മലപ്പുറത്ത് എന്താ ഈ വാർത്ത? വിവാഹിതയായി പത്രു വീട്ടിൽ ചെന്ന പെൺകുട്ടി അവൾക്ക് സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞ് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും നിരന്തരം മാനസികമായി പീഡിപ്പിക്കും, ശാരീരികമായി ഭർത്താവും പീഡിപ്പിക്കും. ഭർത്താവ് പ്രബിൻ എന്ന് പറഞ്ഞ വ്യക്തി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഒരു സ്റ്റാഫ് നേഴ്സാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. കല്യാണം കഴിച്ച് ആ വിഷ്ണുജ എന്ന പെൺകുട്ടിയെ. പക്ഷെ കല്യാണം കഴിച്ചപ്പോൾ മുതല് താനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, തനിക്ക് പറ്റിയൊരു പെണ്ണല്ല, അവൾക്ക് സൗന്ദര്യം പോരാ എന്ന് അവന് മാത്രമല്ല ആ വീട്ടുകാർക്കും തോന്നി തുടങ്ങി. ആ പെൺകുട്ടിയെ മാനസികവും ശാരീരികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. അയാള് പെൺകുട്ടിയോട് സ്നേഹമായിട്ട് പെരുമാറിയോ ഇല്ലയോ എന്ന് പെൺകുട്ടിക്ക് സംശയം. പക്ഷെ പെൺകുട്ടി അയാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, അയാളെ വലിയ താല്പര്യമാണ്. പെൺകുട്ടിയുടെ കൂട്ടുകാരികള്, സുഹൃത്തുക്കൾക്കൊക്കെ ആ വിവരങ്ങൾ അറിയാം. ഇയാളുടെ സംശയരോഗം കൂടി. ഇയാൾ പല സന്ദർഭത്തിലും അവളുടെ മൊബൈൽ ഫോണ് പരിശോധിക്കും, അവളെ കൊണ്ട് ചില സംശയമുള്ള നമ്പറുകൾ വിളിപ്പിക്കും. അതിനുശേഷം പുതിയ പുതിയ തന്ത്രങ്ങൾ ഇയാൾ ഉണ്ടാക്കി. സംശയമുള്ള ആളുടെ നമ്പറിലേക്ക് ഇവളെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കും. സ്വാഭാവികമായിട്ട് ഇവള് മെസ്സേജ് അയച്ചാന്ന് പറഞ്ഞ് തിരിച്ച് അവർ വിളിക്കും. തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇയാൾ സ്പീക്കറിൽ ഇട്ടിട്ട് അത് കേൾക്കാൻ ശ്രമിക്കും. ഭാര്യയോട് പറയും സംസാരിക്കാൻ. അങ്ങനെ അതൊക്കെ സംശയമുള്ള ആൾക്കാരുടെ ഫോണിലല്ല ഈ സൈസ് വേലകളാണ് ചെയ്തത്. ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കള് 3-4 പെൺകുട്ടികളുണ്ട്. ഇവൾ ആ പെൺകുട്ടികളുടെ അടുത്ത് വിവരങ്ങളും പത്രു ഹൗസിലെ പീഡനവും മാനസിക പീഡനവും പ്രബിന്റെ സംശയരോഗവും എല്ലാം പറയും. ഇവളെ തകർന്ന് മാനസികമായി ഇവളെ കഴുത്തിലെ കയറിട്ട് മുറുക്കി അയാൾ ഒരു പ്രാവശ്യം. ഇവളെ അടിച്ച് അവിടുത്തെ സെറ്റിയിലേക്ക് ഇവളെ അടിച്ച് വീഴ്ത്തും. വീട്ടുകാരൊന്നും പറയില്ല, അവർക്ക് ഇവളോട് അത്ര തൃപ്തിയില്ല. ഏതായാലും കല്യാണം ആലോചിച്ച് ഇവളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണ്. പിന്നെ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്? വീട്ടുകാരെ കൂടെ ചേർന്നല്ലേ ഇങ്ങനെയുള്ള കല്യാണം കഴിപ്പിക്കുന്നത്. പൂക്കോട്ടുപാടം മാനിയിലാണ് പാലോളി വാസുദേവന്റെ മകളാണ് സുന്ദരിയായ വിഷ്ണുജ. 26 വയസ്സേ ഉള്ളൂ. എന്തോ അവളെ വലിയ സംശയം ആണ് ഭർത്താവിന്. അയാളുടെ പ്രവൃത്തികൾ പലപ്പോഴും മാരകമായി പോയി. മാനസികമായി തകർന്ന് ഇവള് നിൽക്കുമ്പം ഇവളെ കൂട്ടുകാരികളെ സംസാരിക്കും. കൂട്ടുകാരികൾ, നീ അവിടെ നിന്ന് ഇറങ്ങി പോരുക, നിനക്ക് ഞങ്ങളൊരു ജോലി ഒപ്പിച്ചു തരാം, നിന്നെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, നീ പേടിക്കരുത് എന്ന് ധൈര്യം കൊടുത്തുകൊണ്ടേയിരുന്നു. എങ്കിലും ആ കുട്ടി ഒറ്റപ്പെട്ടു പോലെ തോന്നി. അവിടുന്ന് പോയാൽ തനിക്ക് ആശ്രയമില്ലാതെ വരും. എന്തായാലും ആ കുട്ടി ജീവൻ ഒടുക്കി. ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കള് പലരും 2-3 പേരുണ്ട്. അവരൊക്കെ ഇവരെ വിളിക്കുമ്പം ഇയാൾ ഫോൺ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവളെ അടുത്തിരുത്തിക്കൊണ്ട് ഇയാള് സംസാരിപ്പിക്കും അവളെ. ഇയാൾക്ക് സംശയമുള്ള നമ്പറിൽ നിന്നൊക്കെ ഏത് കോള് വന്നാലും ഇയാൾക്ക് അത് അറിയണം ആരാണെന്ന്. പല സന്ദർഭത്തിലും ഇയാള് പെൺകുട്ടിക്ക് ഫോൺ കൊടുക്കാതെ അയാളുടെ കൈക്കിൽ വെക്കും. ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ പലരും ഇതുപോലെയുള്ള ട്രിക്കുകളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പം അവര് പലപ്പോഴും മറ്റു ചില മാർഗങ്ങളൊക്കെയാണ് അവർ നോക്കുന്നത്. വാട്സാപ്പില് സംസാരിച്ചു കഴിയുമ്പം ഇയാള് വാട്സാപ്പ് ഇയാളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ അവര് ആ രീതിയിലും ഒരു കാര്യവും കൺവേ ചെയ്യാൻ പറ്റാതെ വന്നു. പിന്നെ ആ പെൺകുട്ടികളെ വിളിക്കുന്നത് ടെലഗ്രാമിലായിരുന്നു. ടെലഗ്രാം മുഖേന ആവുമ്പം ഭർത്താവ് അറിയില്ല. എന്തായാലും ഫോണ് പലപ്പോഴും അയാളുടെ കയ്യിലാണ്. പലർക്കും ആ കുട്ടിയോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ ആ കുട്ടിയെ ഒറ്റപ്പെടുത്തി. അതിൻ്റെ അവസാനം ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അതേ സമയത്ത് അയാളുടെ പ്രവൃത്തിയിൽ അയാളെ മാത്രമല്ല പ്രതിയാക്കേണ്ടത്, വീട്ടുകാരും അയാളൊപ്പം നിന്നു. ആ ആത്മഹത്യക്ക് പ്രേരണ വീട്ടുകാരും ഉണ്ട്. പ്രേരണാകുറ്റം ഇതിനകത്ത് വരും. കാരണം വീട്ടുകാരും ഈ പെൺകുട്ടിയുടെ സഹായത്തിന് വന്നില്ല. ആ ഭർത്താവിൻ്റെ ഒപ്പം ആ വീട്ടുകാർ നിന്നു. അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയി അവിടെ. സുഹൃത്തുക്കള് പലരും ഇവക്കുണ്ടായിട്ടും അവര് ഇങ്ങോട്ട് വിളിക്കാൻ സമ്മതിക്കത്തില്ല, അതും കട്ടയിൽ ചെയ്തു. എന്തായാലും ആ പെൺകുട്ടികൾ ധൈര്യമുള്ള കൂട്ടുകാരിയാണ്. നീ അവിടെ നിന്ന് പോരെ, ഞങ്ങൾ നോക്കിക്കോളാം, നിന്നെ നിന്റെ വീട്ടിൽ സ്വീകരിക്കും, നീ പേടിക്കരുത്
എന്ന് പറഞ്ഞ് ധൈര്യം പല പ്രാവശ്യവും കൊടുത്തെങ്കിലും അതാശയായി ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇതൊരു ഗാർഹിക പീഡന കേസ് തന്നെ, സംശയമില്ല. 498A ആണ് പഴയ ഇന്ത്യൻ പീനൽ കോഡിലുള്ളത്. 3 വർഷം വരെ തടവ് കിട്ടുന്നതാണ്. BNS 85 പ്രകാരമാണ് ഇപ്പം പോലീസ് കേസെടുക്കുന്നത് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അബറ്റ്മെന്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഭർത്താവിന്റെ വീട്ടുകാരും തന്നെയാണ്. അതുകൊണ്ട് 306 IPC പ്രകാരം, ആ BNS 108 പ്രകാരവും പോലീസ് കേസെടുക്കേണ്ടി വരും. കേസ് അങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതുപോലുള്ള ഗാർഹിക പീഡനങ്ങൾ ധാരാളം കേരളത്തിൽ നടക്കുന്ന കുട്ടികളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന കാഴ്ചകളും കാണുന്നു. അതിശക്തമായ നടപടി ഇങ്ങനെയുള്ള കേസിൽ എടുക്കണം. കാരണം ധാരാളം കേസുകൾ പോലീസ് അങ്ങനെ എടുക്കുന്നുണ്ട്, എങ്കിലും അതൊരു പാഠമാകുന്നില്ല ഇവിടുത്തെ ജനങ്ങൾക്ക്. ഇതുപോലെയുള്ള കല്യാണം നടക്കുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നത്? മിക്കവാറും ഉള്ളവർ പണം മോഹിച്ചായിരിക്കും. നല്ല സാമ്പത്തികമുള്ള കുട്ടികളാണെങ്കിൽ കല്യാണത്തിന് വഴങ്ങും. വീട്ടിൽ കൊണ്ടുപോയി തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടി വന്ന് അതിനെ പീഡിപ്പിക്കുകയും മാനസികവും ശാരീരികമായി പീഡിപ്പിക്കുന്ന കാഴ്ചകളാണ്. അതിനൊരു കൃത്യമായ ഒരു ഉദാഹരണം തന്നെയാണ് വിഷ്ണുജയുടെ ആത്മഹത്യയും.